ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ ശോഭീന്ദ്രവനം പദ്ധതിക്ക് തുടക്കമായി. വടയക്കണ്ടി നാരായണൻ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ ശോഭീന്ദ്രവനം പദ്ധതിക്ക് തുടക്കമായി. സ്കൂളിന് പുറകിലായി പ്രത്യേകം തിരഞ്ഞെടുത്ത സ്ഥലത്ത് നേരത്തെയുള്ള വൃക്ഷങ്ങൾക്ക് പുറമെ കൂടുതൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചാണ് വനം സജ്ജമാക്കുക. നിശ്ചിത സ്ഥലത്ത് ആദ്യത്തെ വൃക്ഷത്തൈ നട്ടുകൊണ്ട് കേരള സർക്കാരിന്റെ വനമിത്ര പുരസ്കാര ജേതാവ് വടയക്കണ്ടി നാരായണൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പരിസ്ഥിതി നാശം പാരമ്യത്തിൽ എത്തിയിരിക്കുന്ന ഇക്കാലത്ത് എല്ലാ ദിനവും പരിസ്ഥിതി ദിനമായും എല്ലാവരും പരിസ്ഥിതി പ്രവർത്തകരായും മാറേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ മറ്റൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു കുരുവി, ഒരു പ്രാവ് ഒരു മരക്കൊമ്പത്തിരിക്കുകയാണ്. താഴെ ഒരു വേടൻ വന്നു. വേടന്റെ കയ്യിൽ അമ്പും വില്ലുമുണ്ട്. അമ്പയ്യാൻ ഒരുങ്ങുകയാണ് വേടൻ. പ്രാവ് മുകളിലേക്ക് പറന്നു പോകാം എന്ന് കരുതി മുകളിലേക്ക് നോക്കുമ്പോ മുകളിൽ അതിനെ പിടിക്കാൻ വേണ്ടി ഒരു പരുന്ത് വട്ടമിട്ട് പറക്കുകയാണ്. മുകളിലും താഴെയും അപകടം. പ്രാവ് ഏത് നിമിഷവും മരണം തന്നെ വിഴുങ്ങും, മരണം തന്നെ മുന്നിൽ എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ പ്രാവ് ഇങ്ങനെ ബുദ്ധിമുട്ടി സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ പ്രാവിന്റെ സുഹൃത്തായ ഒരു ചെറിയ ഉറുമ്പ് അവിടെ ഉണ്ടായിരുന്നു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ദീപ, പരിസ്ഥിതി ക്ലബ് കോർഡിനേറ്റർ സിസ്റ്റർ മരിയ, സ്റ്റാഫ് സെക്രട്ടറി PV ജിനു, OT മയൂര, ജുവൽ പ്രകാശ്, മിഷേൽ എലിസബത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും സമീപത്തായി പ്രൊഫസർ ശോഭീന്ദ്രന്റെ സ്മരണയിൽ ചെറുവനങ്ങൾ വച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയാണിത്. ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടമായാൽ മനുഷ്യരുൾപ്പെടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനായി പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ നേരത്തെ വൃക്ഷത്തൈകൾ സൗജന്യമായി വിതരണം ചെയ്തിരുന്നു. വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കുന്നതിന് പുറമെ നിശ്ചിത ഇടവേളകളിൽ അവയുടെ വളർച്ച മനസ്സിലാക്കാൻ കഴിയുന്ന ഫോട്ടോകൾ എടുത്ത് ഇതിനായി രൂപീകരിച്ചിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.